നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പേടി അത് നല്ലതാണ്, പ്രത്യേകിച്ച് കളിക്കുന്നത് പുലിക്കുട്ടികളോടാകുമ്പോൾ. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലുള്ള ഓഫീസ് താൻ ഒഴിയുമെന്ന് VK പ്രശാന്ത്. ഓഫീസ് ഒഴിഞ്ഞ് മരുതൻകുഴിയിലേക്ക് മാറും, അവിടെ ഒരു കെട്ടിടം നോക്കി വെച്ചു. ചർച്ചയ്ക്കും തർക്കത്തിനുമൊന്നുമില്ല എന്നാണ് VK പ്രശാന്ത് MLA ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഇതേ MLA നേരത്തെ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. എന്തു വന്നാലും കോർപ്പറേഷൻ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കില്ല, മാർച്ച് വരെ തനിക്ക് വാടക കരാറുണ്ട്, തനിക്ക് ഓഫീസ് മുറിയിൽ അവകാശമുണ്ട് എന്നൊക്കെയാണ് നേരത്തെ VK പ്രശാന്ത് പറഞ്ഞത്. ഇറക്കിവിടാൻ നോക്കേണ്ട എന്നും ശ്രീലേഖയെ വെല്ലുവിളിച്ചിരുന്നു. വലിയ തർക്കമാണ് ഓഫീസ് റൂമുമായി ബന്ധപ്പെട്ട് VK പ്രശാന്ത് ഉയർത്തിയത്. ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ വിജയിച്ചതിന് തൊട്ടുപിന്നാലെ VK പ്രശാന്തിനോടൊരു അഭ്യർത്ഥന നടത്തി. കോർപ്പറേഷൻ കെട്ടിടത്തിനുള്ളിലെ ഓഫീസ് റൂം ഒന്ന് ഒഴിഞ്ഞു തന്നാൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ തൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താമായിരുന്നു. കോർപ്പറേഷൻ കെട്ടിടത്തിലെ ആ ഓഫീസ് മുറി കൗൺസിലർക്കുള്ളതാണ്. അത് അനധികൃതമായി VK പ്രശാന്ത് കൈവശപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നാണ് ശ്രീലേഖ പറഞ്ഞത്. ഒരു സഹോദരനോട് എന്ന പോലെയാണ് VK പ്രശാന്തിനോട് താൻ അഭ്യർത്ഥന നടത്തിയത് എന്നൊക്കെ ശ്രീലേഖ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ VK പ്രശാന്തിന് കലിപൊട്ടി. തൊട്ടുപിന്നാലെ ശ്രീലേഖ നേരെ VK പ്രശാന്തിന്റെ ഓഫീസിലെത്തി. VK പ്രശാന്തിനെ നേരിട്ട് കണ്ടു. VK പ്രശാന്തിന്റെ ഓഫീസ് മുറിക്ക് തൊട്ടുമുന്നിൽ വിശാലമായി സ്റ്റാഫ് ഇരിക്കാനുള്ള ഒരു സ്ഥലം. അതിൻ്റെ ഇടയിലൂടെ വേണം നേരെ ശ്രീലേഖയ്ക്ക് തൻ്റെ ഓഫീസ് മുറിയിലെത്താൻ. 100 സ്ക്വയർ ഫീറ്റ് പോലുമില്ല ഓഫീസ് മുറി, ഇടുങ്ങിയ ഒരു മുറി. അതിനുള്ളിൽ ശ്രീലേഖ ഇരിപ്പുറപ്പിച്ചു. തൊട്ടുപിന്നാലെ BJP പ്രവർത്തകർ കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിറഞ്ഞു. ഇതോടെ VK പ്രശാന്തിന് ഭയമായി. തന്നെ കാണാൻ വരുന്നവരുടെയൊക്കെ ലിസ്റ്റ് കൃത്യമായി ശ്രീലേഖയ്ക്ക് കിട്ടുന്നു, BJP നേതൃത്വത്തിന് കിട്ടുന്നു. സംഗതി അപകടമാണ് എന്ന് പ്രശാന്തിന് മനസ്സിലായി. VK പ്രശാന്തിന്റെ സ്റ്റാഫിനടക്കം പിന്നീട് കടുത്ത ഭയം. തങ്ങൾ സംസാരിക്കുന്നതൊക്കെ BJP അറിയുന്നുണ്ടല്ലോ എന്ന ഭയമായിരുന്നു അവർക്ക്. BJP പ്രവർത്തകർ തങ്ങളുടെ ഓഫീസ് മുറിയിൽ വല്ല വോയിസ് റെക്കോർഡറും കൊണ്ടുവന്ന് വയ്ക്കുമോ എന്ന് പോലും അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ രാവിലെ ഓഫീസിലെത്തിയാൽ മുറിയാകെ പരിശോധിക്കലാണ് സ്റ്റാഫിന്റെ മുഖ്യ ജോലി. VK പ്രശാന്തിനെയും ഭയം പിടികൂടി. BJP പ്രവർത്തകർ തന്റെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കുന്നു എന്നതാണ് VK പ്രശാന്തിനെ അലട്ടിയത്. ഇക്കാര്യം CPM നേതൃത്വവുമായി പ്രശാന്ത് ചർച്ച ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ എത്തി നിൽക്കുന്നു. തങ്ങളെ സഹായിക്കാൻ എത്തുന്നവരെയും തങ്ങളുടെ കണക്കുകൂട്ടലുകളുമൊക്കെ BJPക്ക് ചോർന്നു കിട്ടും എന്ന ഭയം VK പ്രശാന്തിനും കൂട്ടർക്കും. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അത്ര നിസ്സാര കാര്യമല്ല എന്ന് പ്രശാന്തിനറിയാം. BJP വലിയ തോതിൽ ഇപ്പോൾ വോട്ട് സമാഹരണം നടത്തിയിരിക്കുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ CPM സ്ഥാനാർത്ഥിയുടെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ BJPക്ക് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് അജണ്ട എളുപ്പമാകും. ഇക്കാര്യങ്ങൾ മണത്തറിഞ്ഞ പ്രശാന്ത് ഇനി ഇവിടെ തുടരുന്നത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇതിനകം തന്നെ വേണ്ടതൊക്കെ BJP നേതൃത്വം ചോർത്തിയെടുത്തിട്ടുണ്ടാകും എന്ന പേടിയും VK പ്രശാന്തിനെ പിടികൂടി. VK പ്രശാന്ത് മുന്നിലിരിക്കുന്ന സ്റ്റാഫിനോട് എപ്പോഴും ഈ അടുത്ത കാലത്തായി പറയും, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. തൊട്ടുപിന്നിൽ BJP പ്രവർത്തകരും ശ്രീലേഖയും ഒക്കെ വന്നിരിപ്പുണ്ട്. പുറകിൽ മാത്രമല്ല മുന്നിലും കണ്ണുവേണമെന്ന് തൻ്റെ സ്റ്റാഫിനോട് VK പ്രശാന്ത് ഉപദേശിച്ചു. രാവിലെ കൃത്യമായി ഓഫീസ് മുറി പരിശോധിക്കണം. വോയിസ് റെക്കോർഡർ പലപ്പോഴും കണ്ണിൽ പോലും പെടില്ല. അത്ര ചെറിയ യൂണിറ്റൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാൻ കഴിയും. ഇനി ശ്രീലേഖയുടെ മുറിയിൽ അത്തരം വോയിസ് റെക്കോർഡറുകൾ ഉണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയില്ല. ഇവിടെ ഇരുന്ന് ഉറക്കെ സംസാരിച്ചാൽ അതൊക്കെ കൃത്യമായി അകത്തിരിക്കുന്നവർക്ക് കേൾക്കാം. അകത്തെ കണ്ണും കാതും അത് ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ VK പ്രശാന്ത് നിശ്ചയിച്ചു, ഇനി ഇവിടെ ഇരുന്നാൽ അടപടലം പെടും. ദിനം പ്രതി 100 കണക്കിന് ആളുകൾ വരുന്ന ഇടമാണ് MLA ഓഫീസെന്നും അതിനു പറ്റിയ സ്ഥലത്തേക്കാണ് ഇപ്പോൾ മാറുന്നത് എന്നും VK പ്രശാന്ത് വിശദീകരിക്കുന്നു. വിവാദങ്ങൾക്കിനി സ്ഥാനമില്ല, വികസനമാണ് ജനങ്ങൾക്ക് വേണ്ടത്. ഓഫീസിൽ ജനം വരുന്നത് രാഷ്ട്രീയത്തിനല്ല. ഈ വിവാദങ്ങളെ വച്ചുകൊണ്ട് തനിക്കെതിരെ വ്യക്തിപരമായ അപവാദം പ്രചരിപ്പിക്കാൻ ശ്രമമുണ്ടായി. പുതിയ ഓഫീസിലേക്ക് മാറുന്ന തീയതി തീരുമാനിച്ചിട്ടില്ല എന്ന് VK പ്രശാന്ത്. ഓഫീസ് മാറുന്നതിനെക്കുറിച്ചുള്ള വിവാദം ഉയർന്നു പൊങ്ങിയപ്പോൾ അന്ന് ശ്രീലേഖയുടെ തിട്ടൂരമനുസരിക്കാൻ തന്നെ കിട്ടില്ല എന്നാണ് VK പ്രശാന്ത് പറഞ്ഞത്. പിന്നീട് VK പ്രശാന്ത് MLAയുടെ ഔദ്യോഗിക ബോർഡിന് മുകളിൽ ശ്രീലേഖ ഒരു ബോർഡ് കൂടി അങ്ങ് തൂക്കി. പ്രശാന്തിന് കെട്ടിടം വാടകയ്ക്ക് നൽകിയത് മുൻ കൗൺസിലറാണ് എന്ന് പ്രശാന്ത് വിശദീകരിച്ചിരുന്നു. വരുന്ന മാർച്ച് വരെ വാടക കരാറുണ്ട് എന്നും പ്രശാന്ത് പറഞ്ഞു. പ്രശാന്തിന് വാടകയ്ക്ക് കൊടുത്തത് തുച്ഛമായ തുകയ്ക്കാണ് എന്ന് BJP നേതൃത്വം പിന്നീട് വിശദീകരിച്ചു. VV രാജേഷ് ഇതിനെ തുടർന്ന്
കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്ന വാടക കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാനും തീരുമാനമെടുത്തു. മേയർ സ്ഥാനം ആഗ്രഹിച്ച ആർ ശ്രീലേഖയ്ക്ക് ആ സ്ഥാനം കിട്ടിയില്ല. BJP നേതൃത്വത്തെ വരെ വിമർശിക്കാൻ ധൈര്യമുള്ള ശ്രീലേഖയെ സംബന്ധിച്ച് പ്രശാന്ത് അത്ര വലിയ കാര്യമല്ല. 7 വർഷമായി ഈ ഓഫീസ് റൂം സംബന്ധിച്ച് ഒരു തർക്കവും ഇല്ലായിരുന്നുവെന്നാണ് VK പ്രശാന്ത് പറയുന്നത്. നിയമാനുസരണം തന്നെയാണ് കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് റൂമിൽ ഇരുന്നത് എന്നൊക്കെ പ്രശാന്ത് പറയുന്നു. ആർ ശ്രീലേഖ ശാസ്തമംഗലം വാർഡ് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ VK പ്രശാന്തിനെ എടുത്തു കുടയുന്ന കാഴ്ച. അതേ പ്രശാന്ത് ഇപ്പോൾ ഓഫീസ് വിട്ടോടി നേരെ മരുതൻകുഴിയിലേക്ക്. വരുന്ന വട്ടിയൂർക്കാവ് തെരഞ്ഞെടുപ്പ് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ് സീറ്റിൽ. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടമടക്കം നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമൊരുക്കാം എന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ എല്ലാ കണ്ണും കാതും തിരുവനന്തപുരം ജില്ലയിലേക്ക് തിരിച്ചിരിക്കുകയാണ് BJP സംസ്ഥാന നേതൃത്വം. BJP അധ്യക്ഷൻ രാജു ചന്ദ്രശേഖരാണ് നേമത്ത് മത്സരിക്കുന്നത്. വട്ടിയൂർക്കാവ് സീറ്റിൽ കണ്ണുവെച്ച് ഒരുപിടി BJP നേതാക്കളുണ്ട്. എന്നാൽ ശ്രീലേഖയ്ക്ക് തന്നെ നറുക്കു വീഴുമെന്ന് ശ്രീലേഖ കണക്കുകൂട്ടുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ പരീക്ഷണ ഘട്ടമായിരിക്കുമെന്ന് VK പ്രശാന്തിനും വ്യക്തമായി അറിയാം. എന്തായാലും തന്റെ ഓഫീസ് കേന്ദ്രീകരിച്ചാവും മിക്കവാറും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുക. ആ ഒരുക്കങ്ങൾ പൂർണ്ണമായി BJP ക്യാമ്പിന് ചോർന്നു കിട്ടിയാൽ അത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ VK പ്രശാന്ത് ഒടുവിൽ ഓഫീസ് വിട്ടൊഴിയാൻ തീരുമാനമെടുക്കുന്നു. അതെ, അതുതന്നെയാണ് നല്ലത്. പേടി അത് നല്ലതാണ് എന്ന് BJP VK പ്രശാന്തിനെ ഓർമ്മപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.